എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ വിവാഹത്തിന് നക്ഷത്ര പൊരുത്തങ്ങളൊക്കെ നോക്കുന്നവരാണ്. ആ ഒരു കാര്യത്തിലാണ് ജ്യോതിഷത്തിന് ഏറ്റവും കൂടുതൽ അപവാദങ്ങൾ കേൾക്കാറുള്ളത്. മറ്റു മതസ്ഥർക്ക് നക്ഷത്ര പൊരുത്തങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളുടെ പേരിൽ വിവാഹങ്ങൾ ഒത്തിരി മുടങ്ങുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ നക്ഷത്ര പൊരുത്തങ്ങൾ നോക്കാനായിട്ട് ജ്യോതിഷശാസ്ത്രം കൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കണം. രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുമ്പോൾ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരുമ്പോൾ സന്താനാദി തലമുറകളുടെ അഭിവൃദ്ധി, ഇവരുടെ ജീവിതത്തിൻ്റെ ധനപുരോഗതി, ഇവയൊക്കെ തന്നെയാണ് പ്രധാനം. അതുപോലെ തന്നെ ആയുസ്സിനുപരി ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഈ നക്ഷത്ര പൊരുത്തത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ജാതകത്തിൽ ദീർഘായുസിൻ്റെ യോഗങ്ങളുള്ള ജാതകങ്ങൾ തമ്മിലാണെങ്കിൽ അവരുടെ ജീവിതത്തിന് ക്ലേശങ്ങൾ വരുന്നതല്ല. ചൊവ്വാദോഷം സ്ത്രീജാതകത്തിൽ പൊതുവെ പറഞ്ഞപ്പെട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം നിലവിലെ എല്ലാ പ്രശ്നത്തിനും ചൊവ്വാദോഷമാണ് കാരണം എന്ന നിലയിലാണ് പലപ്പോഴും പല ഗ്രഹനിലയിലും വിവാഹ പൊരുത്തങ്ങൾക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞിടാനായിട്ട് പ്രധാന കാരണമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ശാസ്ത്രത്തിൻ്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവാഹ പൊരുത്ത ചിന്തയിൽ തന്നെ ജ്യോതിശാസ്ത്രം ആദ്യമേ പറഞ്ഞു വയ്ക്കുന്ന പ്രമാണം മനപ്പൊരുത്തമാണ് ഏറ്റവും പ്രധാനമെന്നാണ്. 10 പൊരുത്തങ്ങളുണ്ടെങ്കിൽ തന്നെയും മനപ്പൊരുത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മളിതൊന്നും നോക്കാതെ വിവാഹം ചെയ്തവർക്ക് അതിനുശേഷം ഏതെങ്കിലും പ്രശ്നത്തിൽ ജ്യോതിഷന്മാരുടെ അടുത്ത് സമീപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞോ കേട്ടിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഈ നക്ഷത്ര ദോഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നതും അതാണ് പ്രശ്നമെന്ന് ചിന്തിച്ച് നിൽക്കുന്നവർക്കും, അല്ലെങ്കിൽ നക്ഷത്രദോഷം കൊണ്ട് വിവാഹം നടക്കാതിരിക്കുമോ എന്നുള്ളവർക്കുമായി ഈ നക്ഷത്രദോഷങ്ങളുടെ പരിഹാരങ്ങൾ എന്താണ്? അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോയെന്ന് വെച്ച് നമുക്ക് ജീവിത അവസാനം വരെ നക്ഷത്രദോഷം ഉണ്ടെന്ന് കരുതി ജീവിക്കാൻ പറ്റില്ല. ആ നക്ഷത്രദോഷങ്ങൾക്ക് എന്താണ് പരിഹാരം ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാവുന്നു. അതിന് ഏറ്റവും പ്രധാനം നമ്മുടെ നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിൽ ദോഷമുണ്ട് എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ചിന്തയിലിരിക്കുന്നിടത്തോളം കാലം നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പേരിലാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പം ഏറ്റവും ആദ്യം ആ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വഴിപാടെന്ന് പറയുന്നത് ദമ്പതി സമേതമായിരിക്കുന്ന ശിവപാർവതി, ലക്ഷ്മി വിഷ്ണു, സീത രാമൻ, ഈ പ്രതിഷ്ഠയുള്ള ശ്രീരാമ സീത പ്രതിഷ്ഠയൊക്കെയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഈ ദേവീദേവന്മാരുടെ നടയിലോ അവരുടെ ഫോട്ടോയ്ക്ക് മുമ്പിലോ നമ്മുടെ വീട്ടിൽ ഈ ദമ്പതി പ്രതിഷ്ഠയുള്ള ദമ്പതി സമേതമായിരിക്കുന്ന ദേവന്മാരുടെ ഫോട്ടോ വയ്ക്കുക. അതിൻ്റെ മുമ്പിൽ എല്ലാ വെളുത്തവാവിനോ എല്ലാ വെള്ളിയാഴ്ചയോ മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയോ ഈ 3 ഏതെങ്കിലും ഒരു ദിവസങ്ങളിലായിട്ട് നെയ്ദീപം തെളിയിക്കുക. അത് ഒറ്റ ദീപമായിട്ടാണ് തെളിക്കേണ്ടത്. രണ്ടുപേരുടെ ഐക്യത്തെ സങ്കല്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറ്റാത്തവർ വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് തെളിച്ചാലും ഫലം തന്നെയാണ്. ഈ ദേവന്മാരുടെ വിഗ്രഹത്തിന് മുമ്പിൽ ഫോട്ടോയ്ക്ക് മുമ്പിലായിട്ട് ഒറ്റ ദീപം തെളിയിക്കുക, രണ്ടുപേരുടെയും സങ്കല്പിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് സർപ്പപ്രീതി വരുത്തുക എന്ന് പറയുന്നത്. ആയില്യം നാളിൽ സർപ്പസ്ഥാനത്ത് നൂറുംപാലം നടത്തുക, കാവുകളിൽ ദീപം തെളിയിക്കുക. അതുപോലെ തന്നെ രാഹു സമയത്ത് ക്ഷേത്രത്തിൽ രാഹു സമയം എന്ന് പറയുന്ന വെള്ളിയാഴ്ച 10 കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച 7 to 9 എന്നൊക്കെ പറയുന്ന രാഹു സമയത്ത് ക്ഷേത്രത്തിൽ നാരങ്ങാ ദീപം തെളിയിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പരിഹാരമാണ് ഹനുമാൻ സ്വാമിയുടെ പ്രീതി എന്ന് പറയുന്നത്. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഹനുമാൻ ചാലീസ ചൊല്ലിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വടമാല ഇത്യാദി വഴിപാടുകൾ നടത്തുന്നതും ഭാര്യാഭർത്ത ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറാനായിട്ട് ഏറ്റവും ഉപകരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു പരിഹാരം നമുക്ക് വീട്ടിൽ തന്നെ നടത്താവുന്നതും ഏറ്റവും ശക്തമായ പരിഹാരം എന്ന് പറയുന്നത് നിത്യവും മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ദോഷങ്ങളുള്ളവർ നിത്യവും മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ ദിവസവും മേടിക്കുന്നത് വഴി ഈ ദോഷത്തെ പരിപൂർണമായിട്ട് മാറി അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭാര്യാഭർത്ത ഐക്യത്തിനായിട്ട് എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച ഈ നക്ഷത്രദോഷം മാറി അവരുടെ ജീവിത പുരോഗതി വരാനായിട്ടും എല്ലാ മലയാള മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ സൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും ഈ നക്ഷത്രദോഷങ്ങളൊക്കെ മാറി ജീവിത പുരോഗതിയും അതുവഴി സന്താനങ്ങളുടെ അഭിവൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും കൈവരിക്കാവുന്നതാണ്. എല്ലാവരെയും മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.